ഞാൻ സ്ത്രീ ഹൃദയത്തെ പറ്റിയാ പറഞ്ഞ. ഡാടാ വേണ്ട, രാവിലെ തന്നെ ഇങ്ങോട്ട് വേണ്ട. ഞാൻ ഉടക്കാൻ പറഞ്ഞല്ല പാറു. നീ കണ്ട സാജന്റെ പ്രണയമല്ല യഥാർത്ഥ പ്രണയം. സാജനെ പോലെ ബാക്കിയുള്ളവരെ കാണുകയും ചെയ്യരുത്. ശരി, കാണുന്നില്ല. പക്ഷെ ഇനിയൊരു റൊമാൻസ് എന്റെ ലൈഫിൽ ഉണ്ടാവില്ല. പാറു, നീ അങ്ങനെ കട്ടിയായി തീരുമാനം എടുക്കല്ലേ. അത് ബാക്കിയുള്ളവർക്ക് എത്ര വേദന ഉണ്ടാക്കും നിനക്ക് അറിയോ? എന്റെ തീരുമാനം കാരണം മറ്റുള്ളവർ എന്തിനാ വേദനിക്കുന്നേ? സ്നേഹമുള്ളടത്ത് ആത്മാർത്ഥതയും, ആത്മാർത്ഥത ഉള്ളടത്ത് വേദനയും, വേദന ഉള്ളടത്ത് ഞാനും, ഞാനുള്ളടത്ത് നീയും വേണമെന്ന് ആലോചിക്കുന്നത് തെറ്റാ? പറ തെറ്റാ? വാട്ട് എന്താ പറഞ്ഞേ? അതാ ഞാൻ പറഞ്ഞ. ഇതൊന്നും മനസ്സിലാക്കാത്തതായിരുന്നു നിന്റെയും സാജന്റെയും പ്രശ്നം. എന്നെങ്കിലും എല്ലാം മനസ്സിലാക്കുന്ന ഒരാൾക്ക് ചാൻസ് കൊടുക്ക് പാറു. നീ ആർക്ക് അവസരം കൊടുക്കുന്ന കാര്യമായി പറയുന്നേ? അതിലേക്കാ ഇപ്പം പറഞ്ഞു വരുന്നത്. സാജനാണെങ്കിലുള്ള ജീവനെ കൊണ്ട് ഓടി രക്ഷപ്പെട്ടു. അല്ല, പോയി, ഇനി വരില്ല. എല്ലാം മനസ്സിലാക്കുന്ന ഒരാൾക്ക് ചാൻസ് കൊടുത്തൂടെ? അതാരാ? സാറയായിരിക്കും. എന്തെങ്കിലും മറന്നു വെച്ച് കാണാം, പണ്ടാരം. അന്നൊരു അബദ്ധം പറ്റിയതാ, മെയിലിൽ ആവർത്തിക്കില്ല, സോറി. നന്നായി. മനുഷ്യനൊരു വിധത്തിൽ പഴയതൊക്കെ മറക്കാൻ ശ്രമിക്കുമ്പോഴാ വീണ്ടും കുത്തിപ്പോക്കാൻ ഓരോരുത്തന്മാരുടെ വരവ്. അവൻ പുറത്തു നിൽക്കുന്നുണ്ടോ? എനിക്കറിയത്തില്ല. അങ്ങനെയൊന്നും ഊരിപ്പോകുന്ന സാധനമൊന്നുമല്ല അവൻ. അവിടെ കാണും. നീ ഒരു പുതിയ ജീവിതം തുടങ്ങാന്ന് വിചാരിച്ചിരിക്കുമ്പോഴല്ലേ അവൻ കയറി വന്നത്? ആരും ഇവിടെ പുതിയ ജീവിതം തുടങ്ങാൻ പോകുന്നില്ല. പക്ഷെ ഈ നാശം പിന്നെയും എന്റെ പുറകെ വരാനുള്ള പരിപാടിയാന്ന് തോന്നുന്നു. അവൻ ഇത്രയ്ക്ക് ധൈര്യം. നീ വേണ്ടാന്ന് പറഞ്ഞാൽ അതിനർത്ഥം വേണ്ടാന്ന് തന്നെയാ. അവൻ അതിനർത്ഥം ഞാൻ മനസ്സിലാക്കി കൊടുക്കാം. അയ്യോ വേണ്ട വേണ്ട വേണ്ട, തല്ലൊന്നും വേണ്ട. എത്ര വന്നാലും ശരി, ഇത്രയും പാടില്ല. വന്ന് വീട്ടിൽ കയറിയിട്ടാ പ്രേമിക്കുന്നു. അവന്റെ ഒരു പ്രേമം. ഒരു യഥാർത്ഥ കലാകാരനായി നീ തന്നെ പറ. നഷ്ടപ്പെട്ടു പോയ നായികയെ വീണ്ടെടുക്കുന്നവനല്ലേ യഥാർത്ഥ നായകൻ? ഒരു സിനിമയിലാണ് ഇങ്ങനെ ഒരു സീൻ ഉണ്ടായതെങ്കിൽ ഒരു നായകനായി നീ ഇങ്ങനെയല്ലേ ചെയ്യാ? പറ. ഒരു സൂപ്പർ ഡൂപ്പർ മെഗാസ്റ്റാർ ആവണ്ട നീ തന്നെ പറ. സാജ, ഞാൻ നിന്നെ നന്നായി ഒന്ന് കണ്ടോട്ടെ. എവിടെയായിരുന്നു അത്രയും കാലം? ഇങ്ങോട്ടേക്കുള്ള വഴിയൊക്കെ മറന്നുപോയോ? മറന്നോന്ന് ചോദിച്ചപ്പോ എന്താ പറയാ? ഈ വയലപ്പള്ളിയിലേയും തിരിയുമ്പോ ആദ്യത്തെ വഴി തിരിയണോ രണ്ടാമത്തെ വഴി തിരിയണോ എന്ന് എപ്പോഴും കൺഫ്യൂഷനാ. എന്നിട്ടിപ്പോ എങ്ങനെ എത്തി? അത് പറ. എങ്ങനെയൊക്കെയോ എത്തി. പാറു ഇവിടെ എത്തിന്ന് അറിഞ്ഞപ്പോ തുടങ്ങിയതായി ടെൻഷൻ. ഇങ്ങനെയൊന്ന് കണ്ടപ്പോഴാ ഒന്നൊഴിവായത്. ആനന്ദേ, റോഷൻ പറഞ്ഞിട്ടില്ലേ റോഷനില്ലാത്ത സമയത്ത് സ്ട്രേഞ്ചേഴ്സ് ഒന്ന് കേട്ടിരുതെന്ന്? അവനെ മര്യാദക്ക് പറഞ്ഞോട്, ഇല്ലെങ്കിൽ ഞാൻ ഇറങ്ങിപ്പോവും. പറഞ്ഞേക്കാം. റോയിച്ചിന് ഇങ്ങനെ ഒരു റൂളുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നീ എന്തിനാ ഇപ്പൊ ഇങ്ങനെ പാവം കളിക്കുന്നത്? കുറച്ചു നേരം മുമ്പല്ലേ നീ അവനെ തല്ലാൻ പോവെന്ന് പറഞ്ഞ് വാല് തുറക്കാൻ പോയത്. എന്നിട്ട് എന്താ ഇങ്ങനെ? അത് പിന്നെ നായകന്മാർ ഇങ്ങനത്തെ സമയത്ത് തല്ലാറില്ല. പകരം നായികനെ ഉപനായകനോ വില്ലനോ കൊടുത്ത് ത്യാഗം ചെയ്യാറാ പതിവ്. നല്ല നായകൻ. ഇങ്ങനെ നായകന്മാർ ചിന്തിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നായകന്മാരുടെ കാര്യം പോക്കാണ്. ആര് പറഞ്ഞു നായകന്റെ കാര്യം പോക്കാന്ന്? ഫസ്റ്റ് ഹാഫിൽ നായകൻ ഇങ്ങനെ ത്യാഗമൊക്കെ ചെയ്യും. പക്ഷെ സെക്കൻഡ് ഹാഫില് നായകൻ എന്തൊക്കെ ത്യാഗം ചെയ്തിട്ടാണെങ്കിലും നായകനെ സ്വന്താക്കും. അതല്ലേ ഞാനിങ്ങനെ വെറുതെ ഇരിക്കുന്നത്. എന്തൊക്കെ പറഞ്ഞാലും നായകനെ കൊണ്ടേ പോവും. സിനിമ കണ്ടിട്ടില്ലേ? ഇവനോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഞാൻ അങ്ങ് പോയേക്കാം. അയ്യോ വേണ്ട വേണ്ട, ഞാൻ പോയേക്കാം. ആനന്ദേ, പാറുണെന്ന് പറഞ്ഞ് മനസ്സിലാക്ക്. മറ്റേ ചാൻസിന്റെ കാര്യം ഞാൻ ഡയറക്ടറോടൊന്ന് പറഞ്ഞേക്കാവേ. അയ്യോ, നാണില്ലല്ലോടാ. നീയൊക്കെ ഒരു ആണാണോ? ലോകത്തെ എങ്ങും ഇല്ലാത്തൊരു നായകൻ. ഒരു നായകന്മാർക്ക് ഈ ഒരു ഗതി വരുത്തരുതേ എന്റെ നാരായണ. സാജനോട് അല്പം സ്വല്പം ദേഷ്യമൊക്കെ ഉണ്ടായിരുന്നുള്ളത് സത്യ. പക്ഷേ അവര് തമ്മിൽ നല്ല ചേർച്ചയായിരുന്നു. നീ പറയുന്ന അത്ര ചേർച്ചയൊന്നുമില്ല അല്ലാതെ. പിന്നല്ലാണ്ട് പറഞ്ഞാ മനസ്സിലാവണ്ടേ? ചുമ്മാ. അപ്പൊ ചുരുക്കത്തിൽ സാജൻ വന്നത് ആർക്കും ഇഷ്ടപ്പെട്ടിട്ടുള്ളതെന്നർത്ഥം? ഇല്ല. അവനോട് എന്തിനാ നിങ്ങക്ക് ദേഷ്യം? നിങ്ങളെന്തോ പറഞ്ഞപ്പോ അവനും തിരിച്ചു പറഞ്ഞു. അന്നത് കഴിഞ്ഞു, അത്രയല്ലേ ഉള്ളൂ. അത്രയൊന്നുമല്ല, അതിൽ കൂടുതലൊക്കെ ആയി. ഇല്ലേടാ ആനന്ദേ? ഈ അല്ലടാ ആനന്ദി എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് കയറുന്ന എന്തിനാ? അവക്കിഷ്ടമില്ലാത്തൊരു ബന്ധത്തിന് അവളെ നിർബന്ധിക്കണ്ട എന്നേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. എന്തോ അല്ല റോയിച്ച, അവക്കിഷ്ടമില്ലാത്ത ബന്ധത്തിന് എല്ലാവരും എന്തിനാ അവളെ ഉന്തി തള്ളി വിടുന്നതെന്നാ എനിക്ക് മനസ്സിലാവാത്ത. ആരുന്തി തള്ളി വിട്ടുന്നാ? നീ എന്തൊക്കെയാ ആനന്ദി പറയുന്നേ? അവൻ എന്നെ ഉദ്ദേശിച്ച് പറഞ്ഞാ റോയിച്ച. പിന്നെ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? ചോദ്യം സ്വന്തമായിട്ടൊന്ന് സെൻസർ ചെയ്തിട്ട് ചോദിച്ചോ. ആയിക്കോട്ടെ. ഉദാഹരണത്തിന് പാർ റോയിച്ചിന്റെ പെങ്ങളാണെന്നങ്ങ് വിചാരിക്കും. അവക്ക് ഇവനെ പോലെ
ഉത്തരവാദിത്വ ബോധമില്ലാത്ത സങ്കല്പ ലോകത്ത് ജീവിക്കുന്ന ഒരു മണ്ടന് കെട്ടിച്ചു കൊടുക്കുവോ അതോ വിവരവും വിദ്യാഭ്യാസവും ഒക്കെ ഉള്ള ഒരു ജോലിയൊക്കെയുള്ള സൽസ്വഭാവിയായ സാജനെ പോലുള്ള ചെറുപ്പക്കാരന് കെട്ടിച്ചു കൊടുക്കും? തീർച്ചയായിട്ടും സാജനെ പോലെ ഒരാൾക്ക് ഞാൻ കെട്ടിച്ചു കൊടുക്കും, അത് ഉറപ്പാ. ആ അതെനിക്ക് അറിഞ്ഞാൽ മതി. നീ പോടാ അവിടെ നിന്ന്. അവൻ മണ്ടനൊന്നുമല്ല, എന്തായാലും നിന്നെക്കാളും ഭേദമാ. ആണല്ലോ. ആണ്. ആ റോയിച്ച, എനിക്ക് ബോട്ട് ജെട്ടി വരെ ഒന്ന് പോയാൽ കൊള്ളാം. ടോണി, എന്താ നീയും പോയിരുന്നുണ്ടോ ജെട്ടിയിലേക്ക്? ആ വാക്ക് കേൾക്കുമ്പോ തന്നെ എന്റെ ഒരുമാതിരി ഒരുമാതിരി നീ കിടന്ന് തപ്പണ്ട, ഞാനൊന്നും കൂടെ പറയാം. എന്താ നിന്റെ ഫീലിംഗ് എന്ന് നന്നായി ആലോചിച്ച് പറഞ്ഞാൽ മതി. ഇപ്പൊ കൊണ്ടേനെ. നീ ചോദിച്ചില്ലേ എന്താ ഫീലിങ്സ് എന്ന്? ഇതാണ് അവളുടെ ഫീലിങ്സ്. സാറേ എന്താടി ഇത്? ഇങ്ങനെയാണോ പെൺകുട്ടികള്? സ്ഥലകാല ബോധമില്ലാതാണ് ഇങ്ങനെ കാറുന്നത്. എനിക്ക് ഒച്ച കുറച്ച് വോയിസ് മോളിച്ചിട്ട് കാർ അറിഞ്ഞൂടാ റോയിച്ച. ഇവന്മാർക്കറിയാം എനിക്ക് ആ വാക്ക് കേൾക്കുമ്പോ തന്നെ ഇറിറ്റേഷൻ ആണ്. എന്നിട്ടാ റോയിച്ച. ശരി, ഇനി ഇവിടെ ആരും ആ വാക്ക് പറഞ്ഞു പോരുത്, കേട്ടല്ലോ? വേണമെങ്കിൽ ആ വാക്കിന് ഒരു വല്ല പാട്ട് പാടണമെന്നോ മറ്റോ പറഞ്ഞാൽ മതി. ഇവൾക്കൊന്നാമത് പ്രാന്താന്നറിയാലോ. വെറുതെ അടി വാങ്ങിച്ചു വെച്ചിട്ട് എൻ്റെ അടുത്ത് ഒന്ന് പറയാൻ നിൽക്കരുത്. ടോണി, നിനക്കിന്ന് ബോട്ടിൽ പാടാൻ പോണ്ടേ? ആ വെയിൽ അറിയിട്ട് വേണം ആ ജെട്ടിയിലേക്ക് അല്ല പാട്ട് പാടാനായിട്ട്. എന്നാ പിന്നെ നിനക്കത് നേരത്തെ പറയാൻ പാടില്ലായിരുന്നോ? ഇല്ല, ഞാൻ പാർക്കിലെത്തി. ഇനി നീ ഇറങ്ങി എപ്പ എത്താനാ? എങ്കിൽ നീ നാളെ ജിമ്മിലേക്ക് വാ, നമുക്ക് അവിടെ വെച്ച് കാണാം. ആ, ഞാൻ നാളെ ജോയിൻ ചെയ്യും. ഓക്കെ മോളെ, ശരി. എന്ത് പണിയാണ് അവള് കാണിച്ചത്? പോരടിച്ച് മനുഷ്യൻ ചത്തു. ഞാനൊരു കമ്പനി വരട്ടെ. ഇങ്ങോട്ടൊന്നും പറയണ്ട, അങ്ങോട്ട് പറയുന്ന കേക്കാലോ. എന്താ ഇപ്പൊ സാജന് വേണ്ടേ? സുന്ദരനായ ഒരു ചെറുപ്പക്കാരന്റെ മുഖത്ത് നോക്കി ഇങ്ങനെ ചോദിച്ചാ പെട്ടെന്ന് ഇപ്പൊ എന്താ പറയാ? അയ്യടാ, ഒരു സുന്ദരൻ വന്നിരിക്കുന്നു. ആയിക്കോ, എന്റെ സൗന്ദര്യത്തെ കുറിച്ച് എന്ത് വേണമെങ്കിലും പറഞ്ഞു, പക്ഷേ ഞാൻ പറയുന്ന കേട്ടിട്ട് മാത്രമേ പോവാവൂ, പ്ലീസ്. ശരി, വളച്ചുകെട്ടില്ലാതെ ഒരു പാരഗ്രാഫിൽ നിർത്തണം. പെട്ടെന്ന് അവിടെ എനിക്ക് പോണം. ഓക്കെ, താങ്ക്സ്. ഇവളെ താൻ എന്തായി ചിന്തിക്കുന്നത്? ഒന്ന് പെട്ടെന്ന് പറയണോ? പറയാം, പക്ഷേ ഒറ്റ പാരഗ്രാഫിൽ പറഞ്ഞ് നിന്നെ കൺവിൻസ് ചെയ്തത് നമ്മൾ പഴയതുപോലെ സ്നേഹത്തിലാവണമെങ്കിൽ ആ പാരഗ്രാഫ് അത്ര പാക്ട് ആയിരിക്കണം. പക്ഷെ അങ്ങനെ ഒന്നും കിട്ടണ്ടേ? അപ്പൊ ശരി, കിട്ടിട്ട് എനിക്കൊരു മെയിലോ മെസ്സേജോ എനിക്ക് അയച്ചാൽ മതി. സൗകര്യം പോലെ വായിച്ചു ഞാൻ പറഞ്ഞോളാം. അയ്യേ, അത് നേരം പോക്കിന് വായിക്കാനുള്ളതല്ല. അതിന് വേറെ ടിൻഡു പോയിന്റ് ജോക്സും ലവ് ടിപ്സും ഒക്കെ ഞാൻ അയച്ചു തരാം. ഇതാണെന്ന് എനിക്ക് പറയാനുള്ളത്? അല്ല, പറയാനുള്ളത് അതെന്താണെങ്കിലും അത് നമ്മൾ പഴയ പോലെ ആവാൻ വേണ്ടിട്ടാണെങ്കിൽ അത് വേണ്ട. മോൻ വെറുതെ അതിനായിട്ട് വേർക്കണ്ട. ഞാൻ അങ്ങനെ ഇവിടെ ഉദ്ദേശിച്ചിട്ടില്ലടി കാളി. അത് കണ്ടോ? സ്നേഹബന്ധ വികാരം തൊട്ടറിയത്തവർ കരുതും ഇത് കണ്ടിൽ പൊടി പോയതാണ്. പക്ഷെ യഥാർത്ഥത്തിൽ എന്റെ ചങ്കിൽ വെള്ളടി വെട്ടിയതാണെന്നുള്ള സത്യം എത്ര പേർ മനസ്സിലാക്കുമെന്ന് എനിക്കറിയില്ല. എങ്കിലും കേട്ടോളൂ, പാറുവിന് കഞ്ഞി കൊണ്ടു തന്ന ആ ദിവസം മുതൽ വീട്ടിൽ എന്ന് കഞ്ഞി ഉണ്ടാക്കിയാലും പാറുവിന്റെ മമ്മി ഓർക്കും. അറിയോ? ഓഹോ, അപ്പൊ ഞാൻ കഞ്ഞിയാണെന്നാണല്ലേ? പാറുവിന് തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. വീട്ടിൽ കഞ്ഞി ഉണ്ടാക്കുന്ന ദിവസം മമ്മി എന്നും ചോദിക്കും, പാറുവിന് പനിയാണോ എന്തോ എന്ന്. അല്ലാതെ പാറു വിചാരിക്കുന്ന പോലൊന്നുമല്ല. ഇത് പറഞ്ഞതാണ് ഇത്ര നേരം ചുറ്റിപ്പിടിച്ചിരുന്നത്. അല്ലെങ്കിൽ നിന്റെ ഫ്രണ്ട്സ് പറയുന്നത് ശരിയാ, നിന്റെ ഡയലോഗ് ഫുൾ ലാഗാണ്. അത് അവര് മാത്രമേ പറയൂ എന്റെ ഡയലോഗ് ലാഗാന്ന്. അല്ലെങ്കിൽ ഇങ്ങനത്തെ വെറൈറ്റി ഡയലോഗ് ഇറക്കുമ്പോ ആരാ നോക്കുന്ന ഡയലോഗിന് ലാഗ് ഉണ്ടോ ഇല്ലയോ എന്ന്? പാറു തന്നെ പറ. ചുമ്മാ നീ പറഞ്ഞോണ്ടിരിക്കുന്ന കേൾക്കാൻ എനിക്ക് സമയമില്ല, ഞാൻ പോണു. എന്നാ ചെല്ലടി, പോയി ചമന്തിപ്പട സീരിയലാണ്. എന്നിട്ട് അതിലെ കഥാപാത്രങ്ങളായിട്ട് ഇങ്ങോട്ട് വാ, നമുക്ക് തല്ലു പിടിക്കാം. ഏറ്റോടി മണ്ടിപ്പാർ. എന്നോട് ഞാൻ പറഞ്ഞല്ലോ. വിടില്ലേ? ആ, ഹലോ, കുടിച്ചോളൂ. താങ്ക് യു. പോട്ടെ സാറാ. നീ എവിടെ പോന്നു? ഞാൻ എങ്ങോട്ടും പോകുന്നില്ല, ഞാൻ നിന്റെ കാര്യം പറഞ്ഞതാ. എന്റെ കാര്യോ? എന്ത്? അല്ല, ഇവര് കോഫി ഷോപ്പിൽ വെച്ച് നിന്നെ ജെട്ടിന്ന് പറഞ്ഞ് കളിയാക്കിയതേ. അത് പിന്നെ ഓർമ്മിപ്പിക്കലേ പാറു, ഞാൻ ഒരുവിധം മറന്നു വരുമായിരുന്നു. അയ്യോ, അത് നിന്നെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ല. വല്ല വിഷമവും മനസ്സിലുണ്ടെങ്കിൽ ഒന്ന് മാറിക്കോട്ടെ എന്ന് വെച്ച് പറഞ്ഞ. ഹേയ്, ജെട്ടിയുടെ കേസല്ലേ, അതങ്ങനെ നമ്മള് മറക്കത്തില്ല. അല്ലേ ജെട്ടി? അല്ല സാറാ. മതി, എല്ലാരും കൂടി ഇനി അത് പറഞ്ഞ അവളെ കളിയാക്കണ്ട. ഞാൻ പറഞ്ഞല്ലോ, ആ പ്രസ്തുത വാക്കിന് പകരം ഉപയോഗിക്കേണ്ട വാക്ക്. ഇനി അത് പറഞ്ഞാൽ മതി എല്ലാവരും. എന്തായിരുന്നു? പാട്ട് പാടുകന്നല്ലേ? അതെ. അതെന്താ നിങ്ങൾ ആരും എന്താ കോഫി കുടിക്കാത്തെ?
എന്താടാ മര്യാദ കുടിക്കാൻ പാടില്ല. എന്നാ നീ ഒന്ന് മര്യാദ കുടിച്ച് കാണിക്കോ. ആനന്ദാ ഇതാ കണ്ടോ. എന്താടാ ടോണി, എന്തു പറ്റി? എന്ത് പറ്റാൻ, നീയാണല്ലേ കോഫി ഉണ്ടാക്കിയത്. അതെ, എന്താ? ഞാൻ ആ സത്യം മനസ്സിലാക്കിയിരുന്നില്ല. എന്താ എല്ലാവർക്കും എന്താ പറ്റിയത് റോയ്ച്ച? ഏയ് ഒന്നുമില്ല. എടാ കാപ്പി കുടിക്കടാ എല്ലാരും. കഴിയില്ല റോയ്ച്ച, എനിക്കതിന് കഴിയില്ല. എനിക്ക് കഴിയുമെങ്കിൽ ഈ കാപ്പി കപ്പ് എന്നിൽ നിന്ന് മാറ്റണമേ. ഡാ, കുടിക്കാൻ. കള്ള ടച്ചിങ്സ്. എങ്കിലും എന്റെ ഹിതമല്ല, റോയിച്ചെന്റെ തീരുമാനം തന്നെ. വേണ്ടായിരുന്നു മോളെ, ഇത് വേണ്ടായിരുന്നു. പാറു, നിന്റെ കോഫി എവിടെ? എനിക്ക് കുടിക്കാൻ കിട്ടിയില്ല, തീർന്നു പോയി. ഭാഗ്യവതി, ഇത് കുറച്ച് വേണം. അയ്യേ, എനിക്ക് വേണ്ട നീ കുടിച്ചത്. ഓ, ചീറ്റിപ്പോയി. മോളെ, ഇനിയും തുറന്നു പറയാതിരിക്കാൻ വയ്യ. ദയവ് ചെയ്ത് ആ കിച്ചന്റെ പരിസരത്ത് പോരുത്. കോഫി അത്രയ്ക്ക് കുഴപ്പമാണോ? ആണോന്നാ, ഇവർക്ക് വല്ല സംഭവിച്ചെന്നെങ്കിൽ കളി മാറിയേനെ. ഓഹോ, നമ്മൾ തമാശ പറയായിരുന്നു അല്ലേ? ആനന്ദേ, എനിക്കൊരു പാട്ട് പാടാൻ തോന്നുന്നു. എങ്കിൽ ഞാൻ ഒരു പാട്ട് പാടാം. റോയ്ച്ച, ഇത് കണ്ടോ? അതിനെ ഒരു കോഡ് ഭാഷ അല്ലേ ഉപയോഗിച്ചത്. എനിക്കിനി കാപ്പി കുടിക്കാൻ വയ്യ. അതെ, ഇത് അതിന്റെ കോഡാണെന്ന് പറഞ്ഞ് ഓർക്കുമ്പം മറ്റേത് ഓട്ടോമാറ്റിക്കലി ഓർമ്മ വരും. എല്ലാം നിനക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളെ പറയാൻ പറ്റൂന്ന് പറഞ്ഞ കഷ്ടാ കുട്ടി. എന്നാ വേണ്ട, നിനക്ക് ഇഷ്ടമുള്ള കാര്യം പറയാം. എന്താണിതേ, പറയട്ടെ. എനിക്കറിയാം, മറ്റേ കാര്യമല്ലേ. പറയട്ടെ. ചോണുണ്ടെങ്കിൽ പറടി. ആനന്ദ് നിന്നോട് കടുത്ത പ്രേമോ? എന്താ മതിയോ? അല്ല വിശദീകരിക്കണോ? ആനന്ദ് പണി പാളി. അയ്യോ, ഈ കോഫി ഒന്ന് കുടിച്ച് ചത്താ മതിയായിരുന്നു. ഓ, അവള് പറഞ്ഞാൽ ഞാനെന്ത് വിളിച്ചു. സോറി, എന്റെ കൈ വഴിച്ചു. സോറി, എണ്ണം മറക്കണ്ട. 4. അയ്യോ, എനിക്ക് ചിരി അടക്കാൻ പറ്റുന്നില്ല. ആനന്ദ്, നീ എന്തൊക്കെയാ പറയുന്നത്? നിനക്ക് എന്നോട് ലവോ? നീ ചിരിക്കണ്ട, സാറ് പറയുന്ന സത്യ. എടാ, നീ എന്തൊക്കെയാ പറയുന്നത്? നിനക്ക് എന്ത് പറ്റി? ഈ സിറ്റുവേഷനിൽ സ്ഥിരം പെണ്ണുങ്ങൾക്ക് പറയാനുള്ള ഡയലോഗാ. എന്നാലും നീ പറഞ്ഞോ, ഞാൻ കേൾക്കാം. എടാ ആനന്ദേ, ഞാൻ നിന്റെ ഒരു ഫ്രണ്ട് അല്ലേ? വേണ്ട, ബാക്കി ഞാൻ പറയാം. നിനക്ക് എന്നെക്കാട്ടും നല്ല പെൺകുട്ടീനെ കിട്ടും, നീ വലിയ നടനാവേണ്ടതല്ലേ, ഇതൊക്കെയല്ലേ പറയാൻ പോന്നെ. എന്നാ ഞാൻ ഒരു കാര്യം പറയാം. എനിക്കിഷ്ടം നല്ല ബോൾഡായിട്ടുള്ള, നല്ല ക്യൂട്ടായിട്ടുള്ള, 2 നേരം ജിമ്മിൽ പോകുന്ന, സിറ്റിയിൽ ജീവിക്കുന്ന ഒരു പെൺകുട്ടി. പറ, ഇതിലും നല്ലൊരു പെൺകുട്ടീനെ ഒരു നടന് കിട്ടുമോ? നീ ആള് കൊള്ളാലോടാ. ഏതായാലും എനിക്കിപ്പോ നിന്നോട് പ്രണയമൊന്നുമില്ല. തൽക്കാലം ഇങ്ങനെ പോട്ടെ. ഏതെങ്കിലും സുപ്രഭാതത്തിൽ എനിക്ക് അങ്ങനെ നിന്നോട് തോന്നുകയാണ്, ഞാൻ എന്നോട് വന്ന് പറഞ്ഞോളാം. ഹാ, അല്ലെങ്കിൽ വേണ്ട, കുറച്ചുകൂടി വെയിറ്റ് ചെയ്യാം. ചിലപ്പോ എന്റെ ജീവിതത്തിലേക്ക് നല്ലൊരു കുട്ടി വന്നാലോ. ഓഹോ, അപ്പൊ കൗണ്ടർ അടിച്ചാണല്ലേ? ഞാനൊന്ന് നിന്നെ പതുക്കെ ഇഷ്ടപ്പെട്ടാലോന്ന് വിചാരിക്കുമ്പോഴാ നിന്റെ ഒരു ഡയലോഗ്. ശരി, ഇനി ഞാനൊന്ന് ചിന്തിക്കട്ടെ. അയ്യോ, അത് പിന്നെ പഴയതുപോലെ നമ്മൾ തീരുമാനിച്ച പോലെ തന്നെ നടക്കട്ടെ. ഓക്കെ? അത്ര ഓക്കെ ഒന്നും അല്ല, എന്നാലും ഓക്കെ. ആ, ആനന്ദേ, മണ്ടത്തരം ചിന്തിക്കുന്ന ഒരു ബുദ്ധിയും അനവസരത്തിൽ കൗണ്ടർ അടിക്കുന്ന ഒരു നാക്കും മാത്രമാണ് നിന്റെ സമ്പാദ്യം. സൂക്ഷിക്കണം, അല്ലെങ്കിൽ ഇതുപോലെ പലതും നിനക്ക് നഷ്ടപ്പെടും. എന്റെ ഗുരുവായൂരപ്പാ. വേണ്ട, നിന്നെയൊക്കെ ഒരു നല്ല ഫ്രണ്ടായിട്ട് കണ്ടതാ എന്റെ തെറ്റ്. എടാ നീരജ്, അതെ, നീരജ് തന്നെ എന്റെ പേര്. ത്യാഗിയായ നീരജ്, ഫ്രണ്ട്സിന് വേണ്ടി എന്തും ചെയ്യുന്ന നീരജ്. ഇത്ര നാളത്തെ നമ്മുടെ സൗഹൃദത്തിനിടയിൽ എന്തെങ്കിലും ഒരു തെറ്റായ നോട്ടം എന്റെ ഭാഗത്തുനിന്നുണ്ടായെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടോ? പറയടാ, പറ. നീ എന്തൊക്കെയാടാ പറയുന്നേ? കരഞ്ഞു കരഞ്ഞിട്ട് ഉള്ള വളി കൂടി പോയാ? സോറി, ഫീലിങ്സ് എക്സ്പ്രസ് ആയപ്പോ പണ്ട് കോളേജിൽ ഗേൾസിനോട് പറഞ്ഞ ഡയലോഗ് ഓവർലാപ്പ് ആയതാ. സത്യത്തിൽ ഞാൻ എന്റെ പൊണ്ണനെ തെറ്റിദ്ധരിച്ചു പോയി. പോട്ടെ. അല്ല, എന്താ നിന്റെ പ്രശ്നം? ഓഹോ, അപ്പൊ ഇത്ര നേരം ഞാൻ പൊട്ടന്റെ മുമ്പിൽ ബ്യൂഗിളൂതായിരുന്നോ? ഇനിയും മനസ്സിലാക്കില്ലേ? മനസ്സിലാക്കണ്ട. അവള് പോയപ്പോഴോ പറഞ്ഞില്ല, വന്നപ്പോഴും പറഞ്ഞില്ല. ഇന്ന് 2-1 അറിഞ്ഞിട്ടേ കാര്യമുള്ളൂ. എവിടെ അവളെവിടെ? ഏതവള്? പാറു, എന്റെ പാറു. ഡാ, പറയുന്നതൊക്കെ കുഴപ്പാക്കരുത്. അടങ്ങ. ഇല്ല. ഡാ, അടങ്ങാൻ. ഇല്ലടാ, എനിക്ക് എന്റെ പാറുവിന് ഇന്ന് കാണണം. എവിടെ എന്റെ പാറു? ഹായ് നീരജ്. ഹായ് പാറു, ഈ ഡ്രസ് നന്നായിട്ട് ചേരുന്നുണ്ട് കേട്ടോ. താങ്ക് യു.
എടാ നീരജ് ഒരു അത്യാവശ്യം കാര്യമുണ്ട്, ഒന്ന് വന്നേ. ആ ഒരു അത്യാവശ്യ കാര്യം 10 മിനിറ്റ് അധികം മാറ്റി വെക്ക്. ഇപ്പൊ പറ്റില്ല, പ്ലീസ്. എടാ നീരജ്, എന്താടാ? അല്ല ഒരു അത്യാവശ്യ കാര്യം ഉണ്ടായിരുന്നു, അത് നിന്നോട് ഇന്ന് പറഞ്ഞില്ലെങ്കിൽ കുഴപ്പാ, അതുകൊണ്ടാ. എടാ ടോണി, ഛേ നീ ഇത്ര പാനിക് ആവുന്നത് എന്തിനാ? പാറുവിനോട് ഞാൻ പറഞ്ഞോളല്ല. അപ്പൊ നീ എല്ലാം കുളമാക്കിയിട്ടേ പോവുള്ളല്ലേ? ഇല്ല, ഇന്ന് രണ്ടിൽ ഏതെങ്കിലും ഒന്നറിയും, അതുറപ്പാ. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അല്ല, ഇനി പറയാൻ പോകുന്ന അങ്ങോട്ട് മനസ്സിലാക്കിയാ മതി. വിട്ടുപോയി. ഇത്രയും നാളും ഞാൻ എന്റെ ലൈഫ് പാർട്ണർക്ക് വെച്ചിരുന്ന സ്നേഹം ഒട്ടും പുതുമ നഷ്ടപ്പെടാതെ എന്റെ കയ്യിലുണ്ട്. അത് ഞാൻ നിനക്ക് തരട്ടെ പാറു, തരട്ടെടാ. പാറു പറ, തരട്ടെ. കൈ കയറി പിടിക്കുന്നടാ റാസ്കൽ. എടാ അയ്യോ മമ്മി, അളിയാ പോട്ടടാ. വേണമെന്നില്ല, വല്ല ആവശ്യം ഉണ്ടായിരുന്നടാ. ഇത്തിരി ആവേശം കൂടിപ്പോയി, ഒന്നും ഓർമ്മയില്ല, തലയ്ക്കൊക്കെ ഒരു പെരുപ്പ്. ഇതിവളുടെ ഇപ്പൊ സ്ഥിരം പരിപാടിയാ. നല്ല ക്ഷീണം, ഞാൻ പോയൊന്ന് കിടക്കട്ടെ. പൊയ്ക്കോ, പോയി റെസ്റ്റ് എടുക്ക്. അമ്മേ. 3 രാജാക്കന്മാർക്ക് ഒരു പാറു. ആനന്ദ്, സാജൻ, പൊണ്ണൻ. 3 ജീവനും അപകടത്തിലാണ്. ടോണി ഒന്നിങ്ങ വന്നേ. ദൈവമേ, ഞാനാണ് ഇതിന്റെയൊക്കെ പിന്നിൽ നമ്മൾ അറിഞ്ഞാണോ? എങ്ങനാ ഒന്ന് രക്ഷപ്പെടുക? എസ്കേപ്പ്.